ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകളും അതുകൂടാതെ നാളത്തെ തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിൽ മാസം 11-ന് തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളും അതുകൂടാതെ OTT അപ്ഡേറ്റുകളാണ്. നമുക്ക് ആദ്യം തന്നെ OTT അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇന്ന് റിലീസ് ചെയ്ത സിനിമ ഏതാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ഇന്നൊരു സിനിമ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബൈരി പാകം 1 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കാം. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിനിമകളാണ്. അതിൽ ഒന്നാമത്തെ സിനിമ വിജയ് ദേവരകൊണ്ട അതുപോലെ തന്നെ മൃണാൾ താക്കൂറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയാണ്. തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെഗറ്റീവ് റിവ്യൂസാണ് കൂടുതലും വരുന്നത് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈം ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെയ് മാസം 3-ാം തീയതി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ് ആമസോൺ പ്രൈമിൽ. റിലീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ മിക്കവാറും മറ്റു ഭാഷകൾ, അതായത് മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ജയൻ രവി അതുപോലെ തന്നെ കീർത്തി സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുക സൈറൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പലരും കമൻറ്റ് ബോക്സിൽ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒഫീഷ്യൽ ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ മാസം 19-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഈ സിനിമയുടെ മറ്റ് ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. മലയാളം അടക്കമുള്ള ഭാഷയിലും വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് OTT അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇനി നമുക്ക് നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെ വിശേഷങ്ങൾ നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഞാൻ ആദ്യം കാണാൻ ഉദ്ദേശിച്ച സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ്റെ ആ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുവിധം എല്ലാവരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ, അഞ്ജു വർഗീസ്, നീത പിള്ള, ഷാൻ റഹ്മാൻ എന്നുവേണ്ട ഒരു പിടി താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 1970-80 കാലഘട്ടത്തിലെ ഒരു സ്റ്റോറിയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു. വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്നൊരു സംഭവമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ. ഈ സിനിമയ്ക്ക് ഹൈപ്പ് വരാൻ കാരണം ധ്യാൻ്റെ ഇൻ്റർവ്യൂസ് ആണ്. അതായത് ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായ ധ്യാന്, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, ഈ സിനിമയുടെ പിന്നെ എന്താ പറയുക നിർമ്മാതാവായ വൈശാഖ് സുബ്രഹ്മണ്യം, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ ആയിട്ടുള്ള പിന്നെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ് ഇവരുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. വളരെ രസകരമായിട്ട് പൊട്ടിച്ചിരിച്ച് മൈൻഡ് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഇൻ്റർവ്യൂസ് ആയിരുന്നു അതെല്ലാം. ഏകദേശം ഒരു 10-20 ഇൻ്റർവ്യൂസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു 3 മണിക്കൂർ ആയിട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഷുവറായിട്ട് ഒരു 100 കോടി അടിക്കാമായിരുന്ന ഒരു സംഭവമാണ്. പിന്നെ അത്രയും ചിരിച്ച് നമ്മൾ പണിയോ ആ രീതിയിലാണ് അവരുടെ പിന്നെ എന്താ പറയുക ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർവ്യൂസ് തന്നെ ഈ സിനിമയുടെ ഹൈപ്പ് കൂട്ടി എന്നുള്ളതാണ്. ഞാൻ എന്തായാലും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. രാവിലെ 8 മണിക്കാണ് ഷോ. അപ്പോൾ രാവിലെ 8 മണിക്ക് തിയേറ്ററിൽ പോയി കാണണം ഉണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ 2.25 മണിക്കൂർ എടുത്തിട്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. എന്തായാലും 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണി 9 മണി 10:45 സിനിമ കഴിയാൻ. അപ്പോൾ 11 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പിന്നെ ആവേശം. ഫഹദ് ഫാസിലിൻ്റെ ഒരു ആവേശം തന്നെയാണ്. രോമാഞ്ചത്തിൻ്റെ സംവിധായകനായ ജീത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ്. രചനയും സംവിധാനവും ജീത്തു മാധവനാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ നിർമ്മിച്ചിരിക്കുന്നത് ഫഹദും നസ്രിയ അൻവർ റഷീദും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സുശീൽ ശ്യാമാണ് ഈ സിനിമയുടെ പിന്നെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫഹദിനെ കൂടാതെ ആശിഷ് വിദ്യാർത്ഥി ഉണ്ട്, മൻസൂർ അലിഖാൻ ഉണ്ട്, അതുപോലെ തന്നെ സജിൻ ഗോപു, ഹിപ്സ്റ്റർ, സിജു സണ്ണി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത്
പിന്നെ അതിൽ നമ്മുടെ ഫഹദ് ഫാസിൽ പറഞ്ഞൊരു ഡയലോഗ്, ഏട്ടാ മോനെ, ആ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റായി പോയിരുന്നു. ട്രെൻഡിങ്ങിൽ വന്നൊരു സംഭവമായിരുന്നു ഇതിൻ്റെ ടീസർ എന്നുള്ളതാണ്. പക്ഷേ ട്രെയിലറിന് വേണ്ടിയിട്ട് പലരും കാത്തിരുന്നു, ഞാനടക്കം കാത്തിരുന്നു ഈ സിനിമയുടെ ട്രെയിലറിന് വേണ്ടിയിട്ട്. എന്താണ് ഇവർ ഈ സംഭവം ഇതിൽ ചെയ്തതെന്നുള്ളത്, എന്തൊക്കെയോ സർപ്രൈസുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രോമാഞ്ചത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്, സ്പിൻ ഓഫ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു സത്യാവസ്ഥ അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അറിയാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. തിയേറ്ററിൽ നിന്ന് എന്തായാലും ഒരു ഫഹദ് ഫാസിൽ ഷോ തന്നെയായിരിക്കും മിക്കവാറും ഈ ഒരു സിനിമ എന്നുള്ളതാണ്. 2 മണിക്കൂറും 38 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഹെവി ബുക്കിംഗ് ആയിരുന്നു. എന്തായാലും ഈ വർഷത്തെ പെരുന്നാൾ വിഷു റിലീസിൽ പിന്നെ ആവേശം ശരിക്കും ഒരു വലിയൊരു വിജയമായി മാറുന്നില്ല പ്രതീക്ഷ. അപ്പോൾ 11 മണിക്കാണ് ഷോ. ഫസ്റ്റ് ഷോ ഞാൻ കാണാൻ പോകുന്ന ഷോ 11 മണിക്കാണ്. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മുന്നിൽ ഈ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സിനിമ, മലയാളത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന മൂന്നാമത്തെ സിനിമ, അതായത് നാളെ ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമകളിൽ മൂന്നാമത്തെ സിനിമ ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ജയ് ഗണേഷ് എന്നാണ് സിനിമയുടെ പേര്. രഞ്ജിത് ശങ്കറാണ് ഈ സിനിമയുടെ രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഒരു മിസ്റ്ററി ത്രില്ലർ വാതിൽപ്പെടുന്ന സിനിമയാണ്. ഉണ്ണിമുകുന്ദനെ കൂടാതെ മഹിമ നമ്പ്യാരാണ് ഈ സിനിമയിൽ മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജോമോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ഉണ്ണിമുകുന്ദന് പിന്നെ രഞ്ജിത് ശങ്കർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന സിനിമയാണ്. പക്ഷേ നാളെ എന്തായാലും കാണാൻ പറ്റില്ല ഈ സിനിമ. ചിലപ്പോൾ നാളെ രാത്രി കണ്ടേക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ അതായത് 12-ാം തീയതി ഈ സിനിമ കണ്ടേക്കാം. 2 മണിക്കൂർ 5 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. എനിക്കൊരു പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഈ 3 സിനിമയിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടെന്നുള്ളതാണ്. ഈ 3 മലയാള സിനിമകളാണ് നാളെ റിലീസ് ചെയ്യുന്നത്. ഈ 3 സിനിമയിലും എനിക്ക് പ്രതീക്ഷ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ആവേശം വർഷങ്ങൾക്ക് ശേഷമൊക്കെ അടുത്തൊരു 100 കോടി ഈ ക്ലബ്ബിൽ എത്തേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലറും മറ്റുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഇതുപോലെ പ്രൊമോഷൻ വർക്കുകളൊക്കെ കണ്ടിട്ട് എന്തായാലും പിന്നെ അവസാനം നമ്മളെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100 കോടിയല്ല 200 കോടി നടക്കുന്നുള്ളത് മഞ്ഞുമൽ ബോയ്സ് തെളിയിച്ചതാണ്. എന്തായാലും മലയാള സിനിമയുടെ ഒരു നല്ല കാലമാണ് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോട്ടെ. ജനുവരിയിൽ എബ്രഹാം ഹോസ്റ്റലർ, അതുപോലെ തന്നെ പിന്നെ ഈ അടുത്ത് ആടുജീവിതം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം, അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സിനിമകൾ. നല്ല നല്ല സിനിമകൾ 100 കോടി 200 കോടിയൊക്കെ കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഈ 3 സിനിമകളാണ് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദി മൂവി കൂടി നാളെ റിലീസ് ചെയ്യുന്നുണ്ട്. അതിലുമുണ്ട് നമ്മുടെ ഒരു മലയാളി സാന്നിധ്യം എന്നുള്ളതാണ്. ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു മാസ് ആക്ഷൻ കോമഡി എൻ്റർടൈൻമെൻറ്റ് ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും അതുപോലെ തന്നെ പ്രധാന വേഷത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഭയങ്കര പിന്നെ എന്താ പറയുക, ഈ സിനിമയുടെ ട്രെയിലർ വന്ന സമയത്തൊക്കെ ഭയങ്കര ട്രെയിലറായിരുന്നു. അടി വെടി പുക തന്നെയായിരുന്നു, പറക്കുകയാണ് സംഭവങ്ങളൊക്കെ. ഫുള്ള് ഫൗളുകളാണ്. അതായത് നമ്മൾ ലോജിക്കാവുന്ന സംഭവം മാറ്റി വെച്ചിട്ട് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പിന്നെ ട്രെയിലറിലൊന്നും പൃഥ്വിരാജിൻ്റെ മുഖം റിവീൽ ചെയ്തില്ല, സൗണ്ട് മാത്രമേ റിവീൽ ചെയ്തിട്ടുള്ളൂ. ഒരു മുഖംമൂടി വെച്ചുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു. ഞാൻ എന്തായാലും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത്രയും എന്താ പറയുക, അത്രയും പുകഴ്ത്തി സംസാരിച്ചിട്ടാണ് ഇതിൻ്റെ സംവിധായകൻ നമ്മുടെ പൃഥ്വിരാജ് സൈഡിൽ വരുന്ന ഈ പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ വരുന്ന സമയത്ത് പിന്നെ അക്ഷയ് കുമാർ അതുപോലെ തന്നെ ടൈഗർ ഷ്രോഫൊക്കെ ഒരു സൈഡിലാണെന്നുള്ളതാണ്. ആ സൈഡിലാക്കി മാറ്റി രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ സംവിധായകനൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സോനാക്ഷി സിംഗയും മാനുഷി ചില്ലറാണ് ഈ സിനിമയിൽ നായികമാരായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 350 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. അത്രയും പണം മുടക്കിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ എന്തായി മാറുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബോക്സ് ഓഫീസ് കിങ് ആയി മാറുമെന്നുള്ളത് കണ്ടറിയാം. അക്ഷയ് കുമാറിൻ്റെ ഒരു വിജയം ഈ സിനിമയിലൂടെ ഈ വർഷത്തെ നല്ലൊരു വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. 2.25 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 10-ാം തീയതി ആയിരുന്നു ഈ സിനിമയുടെ റിലീസ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നെ 11-ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിലും റിലീസ് ചെയ്യുന്നുണ്ട്, 3Dയിലും വരുന്നുണ്ട്, 2Dയിലൊക്കെ വരുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ കാണണമെന്ന് വിചാരിക്കുന്ന സിനിമയാണ്.
എന്തായാലും മിക്കവാറും മറ്റന്നാൾ അതായത് 12-ാം തീയതി ആയിരിക്കും ഈ സിനിമയും കാണാം. കണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് പെരുന്നാൾ സ്പെഷ്യലായിട്ട്, പെരുന്നാൾ വിഷു സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഫസ്റ്റ് കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ. ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, ഇന്നലെ എന്താ പറയുക, ഇനിയിപ്പോൾ വിഷു ആണ്, അഡ്വാൻസ് വിഷു ആശംസകൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നാളെ രാവിലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ആവേശം, ഈ 2 സിനിമകളുടെ റിവ്യൂ നാളെ രാവിലെ ഉച്ചയോട് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. നല്ല സിനിമകളാവട്ടെ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.